ജയചന്ദ്രൻ, നോക്കൂ, കാവ്യവൽക്കരണത്തെ ഏതാണ്ട് ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയല്ലോ. സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ അതിനിശ്ചിതമായ വിമർശനമാണ് ഫുൾ ലോട്ടായി രാഷ്ട്രപതിക്ക് അയക്കുന്ന സമീപനത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ അതുതന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥത്തിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ് ശ്രീ ജയചന്ദ്രൻ? BJP തന്നെയാണോ? നികേഷേ, ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് പറയേണ്ടത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ ഭരണഘടനയും രാഷ്ട്രപതിക്ക് ഗവർണർക്ക് സുപ്രീം കോടതി അനുവദിച്ചു നൽകിയ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങളിൽ ഇടപെടാനുള്ള ചിലരുടെ പരാജയം മറിച്ചുവെക്കാനും ചില ബുദ്ധിജീവികളുടെ ജാള്യത മറിക്കാനും നടത്തിയ ഒരു സേഫ്റ്റി വാൽ എന്ന് വേണമെങ്കിൽ പറയാം പ്രക്ഷോഭത്തെ. നോക്കൂ, സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അധികാരാവകാശങ്ങളെ കുറിച്ച് വിമർശിക്കുന്നത് വരെ അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന അത്തടി കാര്യങ്ങൾ അനുസരിച്ചിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഗവർണർമാർ ഏത് രൂപത്തിലായിരുന്നുവോ അവർ സർക്കാർ നൽകുന്ന സുഖസൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടെ കടക്കുകയും സർക്കാർ പറയുന്ന കടലാസുകൾ ഒപ്പിടുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കേരളത്തിലെ സർവകലാശാലകളുടെ വിദ്യാഭ്യാസ നിലവാരം ഇടിയാനും കേരളത്തിലെ സർവകലാശാലകളിൽ ഉണ്ടാകുന്ന ഡീഗ്രഡേഷനും കാരണങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സർവകലാശാലകളിൽ ഇക്കാലം വരെ കവിവൽക്കരിക്കുക എന്ന് പറഞ്ഞവർ മാർക്സിസ്റ്റ് വൽക്കരിക്കുകയായിരുന്നില്ലേ നടന്നത്? ബഹുമാനപ്പെട്ട നീതിപീഠം തന്നെ അതിനൊരു തിരിച്ചടിയായിരുന്നില്ലേ? സകലമാന നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിൽപ്പെടുത്തിയ അദ്ദേഹം എപ്പോഴാണ് അനർഹതനാകുന്നത്? അവസാനം കോടതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരാവകാശങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചു. അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സർക്കാരിന്റെ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ടായിരുന്നു. അതിപ്പോ നഷ്ടപ്പെട്ടു. അവസാനം എന്താണ് ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യ രീതിയിൽ ആർഷോയുടെ വാക്കുകളിൽ ഇപ്പൊ അല്പം പദം വന്നിട്ടുണ്ടോ? ആർഷോയുടെ സംസാരത്തിലും SFIയുടെ വാക്കുകളിലും മിതത്വം വന്നിട്ടില്ലേ? ഇതാണ് ജനാധിപത്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ എന്താ ചെയ്തത്? ഗവർണറുടെ കാറിന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്നു, അദ്ദേഹത്തിന്റെ കാർ ഇടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നു, അദ്ദേഹത്തിന് വധശ്രമം നടത്താൻ വേണ്ടി വരുന്നു. ഇന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ സമാധാനപരമായി ജനാധിപത്യപരമായി സമരം നടത്താൻ അവകാശം സ്വാഭാവികമായിട്ട് അവർക്കുണ്ട്. ആ അവകാശാധികാരങ്ങളൊന്നും ആരും കൈവച്ചിട്ടില്ല. മറിച്ച് പോലീസിന്റെ സംരക്ഷണയിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വരെ സഹായം ചെയ്തു എന്നുള്ള ഉറപ്പിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഗവർണറെ ക്യാമ്പസിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ പുറകിലുള്ള ഭാഷ എന്താണ്? സർവകലാശാലയിലെ സെനറ്റിലേക്ക് സംഘപരിവാറിന്റെ ആഫീസിൽ നിന്ന് നിങ്ങളുടെ ശ്രീ ജയചന്ദ്രൻ BJPയുടെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്കുള്ള നോമിനി ലിസ്റ്റ് അനുസരിച്ച് നോമിനികളെ നിശ്ചയിച്ച പിന്നെ SFIക്കല്ല ആർക്കാണ് മിണ്ടാതിരിക്കാൻ സാധിക്കുക? എന്ത് അടിസ്ഥാനത്തിലാണ് സംഘപരിവാർ ഒരു ലിസ്റ്റ് ഗവർണറുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നത്? അല്ല, അതിന് ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ അതിന് പരാതിയുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. പരാതി പോവുകയും ഹൈക്കോടതി ആ ലിസ്റ്റ് റദ്ദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 4 പേരുടെ ലിസ്റ്റ് റദ്ദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി അപ്പൊ എല്ലാ ലിസ്റ്റും റദ്ദ് ചെയ്തിട്ടില്ലല്ലോ നികേഷ്. ഇല്ല. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുത്ത കടലാസിൽ ഇട്ട് കൊടുത്തത് പലതും അദ്ദേഹം ചെയ്തതിനെയും കോടതി തള്ളിക്കളഞ്ഞല്ലോ. അതും നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? ഹി ഈസ് ആൻസറബിൾ ടു ഹും. അദ്ദേഹം ആർക്കാണ് ആൻസറബിൾ ആയിട്ടുള്ളത്? അദ്ദേഹം അവരോട് ആൻസറബിൾ ആണ്. അദ്ദേഹം അവരോട് പറയും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, RSSകാർക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവർ നിശ്ചയിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് ഹൈക്കോടതി ലിസ്റ്റ് തള്ളിക്കളഞ്ഞതിലൂടെ തെളിയിച്ചിരിക്കുന്നത്? ശ്രീ TP ജയചന്ദ്രൻ, നോക്കൂ, റാങ്ക് വാങ്ങിയവർക്ക് കലാതിലകം കിട്ടിയവർക്ക് കൊടുക്കാതെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർക്കാണ് ലിസ്റ്റിൽ ഇടം നൽകിയിരിക്കുന്നത്. അല്ല, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ഇത് SFIക്കാർക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ടതായിരുന്നു. ചില മാധ്യമ പ്രവർത്തകന്മാർക്കും അവരുടെ സംസ്ഥാനം ഭരിക്കുന്ന കക്ഷികളാണ് യൂണിവേഴ്സിറ്റികളിലെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് സാധാരണഗതിയിൽ ഈ ലിസ്റ്റ് നൽകാറുള്ളത്. വളരെ 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 ലളിതമായ ഒരു ചോദ്യം തുടർച്ചയായി SFIയും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ നിരവധി തവണ കേട്ട് കാണും ശ്രീ ജയചന്ദ്രൻ. ആരാണ് ഗവർണർക്ക് ഈ ലിസ്റ്റ് നൽകുന്നത്? യൂണിവേഴ്സിറ്റി ഈ ലിസ്റ്റ് നൽകുന്നത് ഒരുപക്ഷെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ
ഭരിക്കുന്നവരുടെയൊക്കെ ശുപാർശ പ്രകാരമായിരിക്കും. പക്ഷേ ആ ഭരിക്കുന്നവരുടെ ശുപാർശ പ്രകാരമാണെങ്കിൽ തന്നെയും അവർക്ക് യോഗ്യതയുണ്ട്, ഗവർണർ നിശ്ചയിച്ചവർക്ക് യോഗ്യതയില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരുടെ, അതായത് ഈ വീസി നിശ്ചയിച്ചവർ നൽകിയിട്ടുള്ള ഹർജി യഥാർത്ഥത്തിൽ ഹൈക്കോടതി അംഗീകരിച്ച് ഗവർണർ നിശ്ചയിച്ചവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നികേഷ്, ഈ തർക്കം വന്നപ്പോ ഈ ഗവർണർ സ്വർണ്ണ തളികയിൽ വെച്ച് പിണറായി വിജയന്റെ ഉമ്മറത്ത് കൊണ്ടുപോയിട്ട് ഇതാ എടുത്തോ എന്ന് പറഞ്ഞപ്പോ എന്താ ഗവർണറോട് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇന്ന് നികേഷ് നിങ്ങൾ വസ്ത്രമേള കണ്ടില്ലേ? നോക്കൂ, നിങ്ങൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലെ വിഷയങ്ങൾ കാണല്ലേ? ടി പി ജയചന്ദ്രൻ ഒറ്റ ചോദ്യമല്ലേ SFI തുടർച്ചയായി ചോദിക്കുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിന് മറുപടി പറയാമല്ലോ. ആരാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെങ്കിൽ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ലിസ്റ്റ് നൽകുന്നത്? പറയൂ. അല്ല നികേഷ്, നിങ്ങളിങ്ങനെ സ്കൂളിലെ എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കല്ല. നിങ്ങൾ പത്രസമ്മേളനം കേട്ടില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഐ ഹാവ് മൈ ഓൺ ഡിവൈസസ്. ഞാൻ ഗവർണറാണ്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് എനിക്ക് എന്റേതായ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയൂ ശ്രീ ജയചന്ദ്രൻ, ആരാണ് ഗവർണറുടെ ഡിവൈസസ്? ഗവർണറുടെ സാധ്യതകൾ എന്താണ്? നോക്കൂ, ഗവർണർ ഒരു ചാൻസലർ എന്നുള്ള നിലയിൽ സാധാരണഗതിയിലെ പ്രൊവിൻസിയെ വൈസ് ചാൻസലറെ ഒക്കെ തന്നെയാണ് ഈ തരത്തിൽ ആശ്രയിക്കാറുള്ളത്. ഗവർണറെ എനിക്ക് മറ്റ് ഡിവൈസസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗവർണറുടെ ഡിവൈസസ് ശാഖകളായാൽ അത് പറ്റില്ല ശ്രീ ജയചന്ദ്രൻ. അല്ല, പറ്റുമോ ഇല്ലയോ എന്ന് നികേഷ് നിങ്ങളും ഞാനും മാത്രമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ഗവർണറായത് ഇന്ത്യൻ ഭരണഘടന അനുസാരം പ്രവർത്തിക്കാനാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഗവർണറുടെ വിവേചനാധികാരം എന്താണെന്നും വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും വിവേചനാധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും നീതിപീഠങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗവർണർ പ്രവർത്തിച്ച കാര്യങ്ങൾ വിമർശനം ഉള്ളവയിലെല്ലാം തന്നെയും കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നത് താങ്കൾ കാണുന്നില്ലേ? ഇപ്പോ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനെതിരെ സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? സെനറ്റിലേക്ക് ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ നിയോഗിക്കുമ്പോ അത് ഹൈക്കോടതി തള്ളിക്കളയുന്നത് താങ്കൾ കാണുന്നില്ലേ? അപ്പൊ ഭരണഘടനാപരമായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ശ്രീ ജയചന്ദ്രൻ ഈ മോമെന്റിലും താങ്കൾക്ക് പറയാനാവുക? നികേഷ്, ഈ ചർച്ചയിലെങ്കിലും നിങ്ങൾ ആങ്കർ ആവണം, മത്സരിച്ച പാർട്ടിയുടെ വക്താവരുത്. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ഗവർണറെ കുറ്റപ്പെടുത്തിയോ? അദ്ദേഹത്തിന്റെ എതിരായിട്ട് വിധിച്ചോ? പിന്നെ ഗവർണറെ കുറ്റപ്പെടുത്തിയോന്നോ? ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന മാതിരിയിൽ എന്റെ വായിൽ കിടന്ന് നിങ്ങളുടെ വാദം കുത്തി. അതല്ല, ഗവർണറെ കുറ്റപ്പെടുത്തിയോ സുപ്രീം കോടതി എന്ന് അങ്ങനോട് ചോദിക്കാണ്. കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആവർത്തിച്ച് ഒന്നുകൂടി ചോദിക്കോ, ഞാൻ കേട്ടില്ല. അല്ല, ഗവർണറെ സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയോ എന്ന് താങ്കൾ എന്നോട് ചോദിക്കായിരുന്നു. അല്ല, ഗവർണറുടെ തീരുമാനത്തെ കുറിച്ച് ഗവർണർ ചെയ്ത തെറ്റാണെന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞോ? സുപ്രീം കോടതി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. ബില്ലുകൾ തടഞ്ഞു വെച്ചതിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നടത്തി. അതിനേക്കാൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച കാര്യത്തിൽ, മതില് പൊളിച്ച കാര്യത്തിൽ, ശമ്പളം കൊടുക്കാത്ത കാര്യത്തിൽ തിരിച്ചടികൾ എവിടെയാ കിട്ടിയത് നികേഷ് മറന്നുപോകരുത്. സ്കൂൾ മതില് പൊളിക്കുന്നത് പോലെയാണോ ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്നത്? മനസ്സിലാക്കുക നികേഷ്. ശ്രീ ജയേന്ദ്രൻ, താങ്കൾ എന്താണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്? സ്കൂളിന്റെ ഒരു മതില് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് പോലെയാണോ ഗവർണർ ഭരണഘടനാപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് സുപ്രീം കോടതിയുടെ വിമർശനത്തെ താരതമ്യം ചെയ്യേണ്ടത്? കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ കോടതി വിമർശിച്ചോ? ആയിക്കോട്ടെ, താങ്കൾ പറയുന്നത് ശ്രദ്ധിച്ചു. നോട്ട്. ശരി, അടുത്ത